വാ 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 എണ്ണ എണ്ണ അവിടെ അതും കൂടെ എടുത്തു. എണ്ണ 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 അഞ്ചഞ്ചഞ്ചഞ്ചഞ്ചഞ്ചഞ്ചഞ്ച്. എത്ര രൂപ ഉണ്ട് മൊത്തം? എല്ലാം കൂടി ഒരു 760 രൂപയുണ്ട്. 760 ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം പൊട്ടിച്ചപ്പോ 1500 രൂപ ഉണ്ടായിരുന്നല്ലോ. അത് നമ്മൾ ന്യൂ ഇയറിനല്ലേ പൊട്ടിച്ചത്. ഇത്ര രൂപയുള്ളൂ. ഞാൻ ഈ കാശ് കൊണ്ടേ വീഗാലാൻഡ് പോകാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. ഇതിപ്പോ ഇത്രയും കാശ് കൊണ്ട് വീഗാലാൻഡ് പടി വരെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതില് 70% എനിക്കും 30% നിനക്കുമാണ്. അതെന്താ അങ്ങനെ? മനസ്സിലായില്ല. കൂടുതൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഞാനാണ്. കണക്ക് പ്രകാരം 532 രൂപ എനിക്കും 228 രൂപ നിനക്കും. അത് ഇവിടുത്തെ ഏർപ്പാട്. നീ അങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. അത് ഇവിടുത്തെ ഏർപ്പാട്. ഞാനാണ് ഇതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ വേണം. പൂരപ്പറമ്പി പറഞ്ഞാൽ മതി. എന്റെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇൻവെസ്റ്റ്മെന്റ് അല്ലേ? നീ അത് കോയിൻസ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തല്ലോ. എത്ര 4, 3, 7 കോയിൻസ് ഇൻവെസ്റ്റ് ചെയ്തതാണ് വലിയ ആനക്കാര്യം. കോയിൻസിന് എന്ത് പ്രശ്നം? അത് കാശല്ലേ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത. അതൊക്കെ ശരി തന്നെ. നീ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നീ ഇതിൽ കൊണ്ടിടോ അതോ നേരെ ബേക്കറി പോയി സാധനം വാങ്ങിച്ച് കഴിക്കോ? അത് പിന്നെ ഈ ബേക്കറി പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ ഒരു ഫുഡ് ഹണ്ടർ എന്ന് പറഞ്ഞിട്ട്, നീ ഫുഡ് ഹണ്ടർ എന്ന് കേട്ടിട്ടുണ്ടോ? അവരെ സംബന്ധിച്ച് ഫുഡാണ് മെയിൻ. ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാമാണ്. നീ ആ പാട്ട് കേട്ടിട്ടില്ലേ? ഫുഡ് മതിയേ ഫുഡ് മതിയേ സന്തോഷിക്കാൻ ഫുഡ് മതി. ഞാൻ ഒരു കാര്യം പറയാം. കൂടുതൽ വാചകം അടിച്ചു കഴിഞ്ഞാൽ 70% 30% ഞാൻ പറഞ്ഞെടുത്ത് 30% പോലും ഞാൻ നിനക്ക് തരില്ല. വൻ നഷ്ട കച്ചവടം. ഇത് ശരിയാവൂല കേട്ടോ. ഇതിൽ കൂടുതൽ പൈസ ഞാനാണ് ഇട്ടത്. ഇവള് അപ്പൊ കിട്ടുന്ന 2, 3 രൂപ എടുത്ത് ഇട്ടിട്ട് ഇവക്ക് 30% വേണോന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ്. മാമ അങ്ങനെയൊക്കെ ആണല്ലോ. നമ്മളൊരു ഭാഗം വെക്കുമ്പോ അങ്ങനെ ചെയ്യണമല്ലോ. കുഴപ്പമില്ല. നീ 70 എടുത്തോ, ഞാൻ 30 എടുത്തോളാം. അടുത്ത തവണ തൊട്ട് ഞാൻ 2 കുടുക്ക മേടിക്കും. അല്ലാതെ ഇവള് കൂടെ പാർട്ണർഷിപ്പിന് ഞാനില്ല. വൻ നഷ്ടം. ശരിയാവൂല. കണക്ക് പ്രകാരം ഞാൻ 532 രൂപ എടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, എനിക്ക് ലാഭമാണ്. ഞാൻ പിന്നെ ബിസിനസ് കാര്യമാണല്ലോ. 10 ഇട്ടാ ഞാൻ 100 കൊണ്ടേ വരും. ഞാൻ കാണിച്ചു തരാം അടുത്ത പ്രാവശ്യം. അതറിയാടി. അവളെ പുതിയ കുടുക്ക വാങ്ങിക്കാൻ നീ പെടത്തില്ലയോ? പെടത്തില്ല മാമ. എങ്ങനെ? ശക്തി കൊണ്ട് ചിലപ്പോ അവർക്ക് എന്നെ തോപ്പിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ബുദ്ധി കൊണ്ട് തോപ്പിക്കാൻ പറ്റൂല. അതെ, ഒരു സീക്രട്ട് ഉണ്ട്. അത് ആരെടുത്തും പറയരുത്. മാമനായോണ്ട് ഞാൻ പറയാം. അടുത്ത പ്രാവശ്യം അവളൊരു കുടുക്ക മേടിക്കത്തില്ലേ, അതേപോലത്തെ സെയിം കുടുക്ക ഞാനും മേടിക്കും. എന്നിട്ട് കുടുക്ക പൊട്ടിക്കാൻ സമയത്ത് ഞാനത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കും. നിന്റെ വല്ലാത്ത തലയാണല്ലോ ഇത്. അതെ, നീ ഇവിടെ ജനിക്കേണ്ടവളല്ല, നീ ജനിക്കേണ്ടവളെ. മാമന്റെ ബുദ്ധി എനിക്ക് കിട്ടിയിരിക്കുന്നതെന്ന് അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാം. അങ്ങനെ പരിപാടി. അതെ, പുലിയുടെ വീട്ടില് പിന്നെ മണിക്കുട്ടന്റെ ബുദ്ധിയാണ് നിനക്ക് കിട്ടിയത്, അല്ല അതിന്റെ തന്തയുടെ ബുദ്ധിയല്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ കാഞ്ഞ ബുദ്ധി വരത്തില്ല. അതെ സംഭവം ഞാനൊന്ന്. പിന്നെ ആരടുത്തും പറഞ്ഞേക്കല്ലേ, ആരടുത്തും പറയരുത്. നോക്കാന്നല്ല, പറയരുത്. അല്ല, പറയാതിരിക്കാം. പക്ഷെ കുടുക്ക പൊട്ടിക്കാൻ എനിക്ക് കമ്മീഷൻ. എന്റെ മാമൻ തന്നെ കമ്മീഷൻ തരാം. ഞാനിനി നഷ്ട കച്ചവടത്തിനില്ല. എന്തോന്ന്? ഞാൻ ആ കുടുക്ക പൊട്ടിച്ചതിന്റെ കാര്യമാണ് പറയാൻ വന്നത്. എന്ത് പറ്റി? കുടുക്ക പൊട്ടിച്ചു. അതില് 760 രൂപ ഉണ്ടായിരുന്നു. അപ്പം 70-30, 70% എനിക്ക് 30% അവക്ക് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവള് പറയുന്നു അതൊന്നും പറ്റൂല, കിട്ടണ പൈസ എന്തെങ്കിലും അവൾക്ക് പോക്കറ്റ് മണി കൊടുക്കുന്നെങ്കിൽ അവൾ എന്ത് ചെയ്യും? നേരെ ബേക്കറി പോവും, എന്തെങ്കിലും ചെന്ന് കഴിക്കും, എന്തെങ്കിലും ചില്ലറ എടുത്ത് ആ കുടുക്കയിലിടും. ഇതാണല്ലോ ശരിക്കുള്ളത്. ഇനി എനിക്ക് പറ്റില്ല. അവൾ കുറെ ദിവസം കൊണ്ട് എന്നെ പറഞ്ഞ് പറ്റിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ 2 പേർക്കും വേറെ വേറെ കുടുക്ക വാങ്ങാന്ന്. സമ്മതിച്ചില്ലല്ലോ.
അത് അവളല്ലേ സമ്മതിക്കാത്ത. ഇനി എന്നെ പറ്റിക്കാന്ന് അവള് നോക്കണ്ട. എന്തായാലും 2 പേർക്ക് 2 കൊടുക്ക സെപ്പറേറ്റ് മേടിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ശരിയാവൂല. അതാ നല്ലത്. എന്താ അളിയാതെ പിങ്കി മോള് കുറെ നേരമായിട്ട് ഇങ്ങനെ കാര്യമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അവൾ അങ്ങനെ ചുമ്മാ ഇരിക്കുന്നവളല്ല. ശരിയാണല്ലോ അളിയ. പെൺപിള്ളേർ ഈ പ്രായത്തില് ഇങ്ങനെ കുത്തിയിരുന്ന് ആലോചിക്കുന്ന അത്ര ശരിയായ കാര്യമല്ല. മാതാപിതാക്കള് സ്നേഹത്തോടെ ചെന്ന് കാര്യം എന്താന്ന് തിരക്കണം, അല്ലെങ്കിൽ അത് പ്രശ്നമാണ്. നമുക്കേ കൊണ്ട് പോയാലോ? നടക്ക. മക്കളെ, മോളെ പിങ്കി, നീ എന്തോന്ന് ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുന്നേ? ഒന്നുമില്ല അച്ഛാ. എന്താ കാര്യം? എന്തുണ്ടെങ്കിലും മാമനോട് പറ. മോളെ, ഒന്നുമില്ല മാമ. ഇനി റിങ്കിയായിട്ട് വഴക്കടിച്ചാ? വഴക്കൊന്നും അടിച്ചില്ല. എടി, സ്കൂളിൽ പ്രശ്നമല്ലോ ഉണ്ടോ? സ്കൂളിൽ എന്ത് പ്രശ്നം? അല്ല, പോകുന്ന വഴിക്ക് എന്തെങ്കിലും ശല്യങ്ങളോ ട്യൂട്ടറുള്ള ശല്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? നീ ഇടി എന്നോട് പറ, ഞാൻ കൈകാര്യം ചെയ്യാം. ഒന്നുമില്ല മാമ, ഞാൻ ഈ കാശ് സമ്പാദിക്കുന്നതിനെ പറ്റി ആലോചിക്കുകയായിരുന്നു. ആ, നമ്മുടെ ഈ സാധനങ്ങൾക്കൊക്കെ എന്തുമാത്രം വില ഇങ്ങനെ കൂടി കൂടി വരുന്നല്ലേ. മക്കളെ, നീ അങ്ങനെ ആലോചിക്കായിരുന്നോ? പിന്നെ വില ഇങ്ങനെ കൂടി കഴിഞ്ഞാലേ താങ്ക് യു സർ. ഈ വില കൂടി കഴിഞ്ഞാലേ നമ്മളെങ്ങനെ ജീവിക്കുമെന്ന് ആലോചിക്കുക. വലിയ ബുദ്ധിമുട്ടാ. ഇപ്പൊ തന്നെ 10 രൂപ ഉണ്ടായിരുന്ന നാരങ്ങ വെള്ളം 15 രൂപയായി. 15 രൂപ ഉണ്ടായിരുന്ന പപ്സിനിപ്പം 20 രൂപ. എന്തിനേറെ 5 രൂപ ഉണ്ടായിരുന്ന സിപ്പപ്പ് ഉണ്ടല്ലോ, അതിപ്പോ 10 രൂപയായി മാമ. നമ്മൾ ഇങ്ങനെ ജീവിക്കും മാമ. ഇതാണോ ഇത്ര നേരമായിട്ട് നീ കാര്യമായിട്ട് ആലോചിച്ചോണ്ടിരുന്നത്? അളിയ, ഇവള് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച് എന്റെ കഷ്ടപ്പാടും ദുരിതവും ഒക്കെ കണ്ടപ്പം എങ്ങനെ കുറച്ച് പൈസ ഉണ്ടാക്കാം, എങ്ങനെ അച്ഛനെ ഒക്കെ സഹായിക്കാന്ന് വിചാരിച്ചു. എന്റെ അളിയ, അത് നമ്മളെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കൂ. അതുപോലെ അവളെ എഫക്ട് ചെയ്യുന്ന കാര്യമാണ് തീറ്റ. അതിനെ കുറിച്ച് അവള് ചിന്തിച്ചു. അങ്ങനെ പറഞ്ഞോട് മാമ. അത് മാത്രല്ല, അച്ഛൻ എനിക്ക് പോക്കറ്റ് മണി ആയിട്ട് തരണത് വളരെ തുച്ഛമായ കാശാണ്. അതും കൊണ്ട് ഈ യൂത്തായ ഞങ്ങൾക്കൊന്നും ജീവിക്കാൻ പറ്റില്ല. കഷ്ടപ്പാടോ? അതെ, ഞാൻ ഇവിടുന്ന് ശരിയാവൂല. ഞാൻ വല്ലതും വിളിച്ച് പറയും. അളേ, ഞാൻ പോണു. കണ്ട ഉത്തരം മുട്ടിയപ്പോ വാക്കൗട്ട് ചെയ്യുന്നുണ്ടോ മാമ? അവനെങ്കിലും എന്റെ പ്രശ്നം മനസ്സിലായല്ലോ. പിന്നെ എനിക്ക് കംപ്ലീറ്റ് പിടി കിട്ടിയടി. കംപ്ലീറ്റ് പ്രശ്നങ്ങളും പിടി കിട്ടിയില്ല. താങ്ക്സ്. എന്ത് ചെയ്യും നീ? എന്ത് ചെയ്യും? എടി, ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ കഴിവുകൾ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ അത് കണ്ടെത്തണം. പണം നമ്മളിപ്പോ വിദേശ രാജ്യങ്ങൾ നോക്ക്, യൂറോപ്പിലൊക്കെ നോക്ക്, ഒരു 15 വയസ്സ് കഴിഞ്ഞാൽ പിള്ളേര് പഠിക്കാനുള്ള കാശും വട്ടച്ചെലവുള്ള കാശും ഒക്കെ തന്നെത്താനെ ഉണ്ടാക്കുന്ന പാർട്ട് ടൈം ആയിട്ട് ജോലിക്കൂ. അതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ നോക്കടി. മാമ, അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു ഐഡിയ ഉണ്ടോ മാമ? പറഞ്ഞു. മാമൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാ, ഓരോ മാസവും എനിക്ക് കുറച്ച് കാശ് ഇങ്ങ് തരണം. കാശെന്ന് പറയുമ്പോ ഒരു 1000-5000 രൂപ മതി, കൂടുതലൊന്നും വേണ്ട. 5000 മതിയാവൂ? 5000 മതി മാമ. അത്രയും മതിയല്ലേ? ശരി. അതുകൊണ്ടൊക്കെ എന്റെ വട്ടച്ചിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പിന്നെ കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. 5000 വേണ്ട, ഒരു 3000 എങ്കിലും. 3000. എങ്ങനെ? 2000. എങ്ങനെ? 1500. എവിടെ? 1000. എപ്പോ? ഒരേ 500 രൂപയെങ്കിലും തരണം. എന്തോ? എന്താ? അല്ല, മണിക്കുട്ടി എന്നെ വിളിച്ചായിരുന്നു. ഇല്ല, വിളിച്ചില്ല. വിളിച്ചു ഇല്ല, ഞാൻ കേട്ടില്ല. ഞാൻ കേട്ട്. എപ്പോ? നീ കേട്ടില്ല? അതെങ്ങനെയാ നിനക്ക് കേൾക്കാൻ പറ്റുന്ന? അവൾ എന്നെ അല്ലേ വിളിച്ചത്? നിന്നെ വിളിക്കുമ്പോഴേ നിനക്ക് കേൾക്കാൻ പറ്റൂ. അല്ല, എന്നെ വിളിക്കുമ്പോ നീ എങ്ങനെ കേൾക്കും? ഇപ്പൊ എന്നെയാ വിളിച്ചത്, അതുകൊണ്ടാ ഞാൻ കേൾക്കാഞ്ഞത്. അത് പിന്നെ നിന്നെ വിളിക്കട്ടെ, അപ്പൊ നിനക്ക് കേൾക്കാം. മനസ്സിലായോ? അത് മനസ്സിലായില്ലേ ഇതുവരെ? പിന്നെ മനസ്സിലായിക്കോളൂ. മതി പഠിച്ചത്. ചേച്ചി, എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, ഡിസ്റ്റർബ് ചെയ്യല്ലേ. പഠിച്ച് മല മറിക്കാൻ പോവല്ലേ? എനിക്ക് ഉറങ്ങണം.
നീ കിടന്ന് ഉറങ്ങിക്കോ. ലൈറ്റ് ഓഫ് ആക്കടി. ഞാൻ പഠിക്കണം കണ്ടുകൂടെ നിനക്ക്? നിനക്ക് പഠിക്കണമെങ്കിൽ താഴെ പോയിരുന്നു പഠി. പോ. വലിയ കഷ്ടമല്ല ചേച്ചി, കിടന്ന് ഉറങ്ങിപ്പോ. എനിക്ക് ലൈറ്റ് ഇട്ടോണ്ട് ഉറങ്ങാൻ പറ്റൂലെന്ന്. നീ ആ ബെഡ്ഷീറ്റ് എടുത്ത് മുഖത്തോടെ ഇങ്ങനെ മൂടിക്കോ, അപ്പൊ ഉറങ്ങാം. കഷ്ടം തന്നെ ഇത് കഷ്ടം. അങ്ങോട്ടെ പറ്റൂല. പോടി എന്റെ റൂമിൽ നിന്ന്. എന്തോ പിള്ളേരെ പാതിരാത്രിയിലും മനുഷ്യന് സമാധാനം തരൂലേ? എപ്പോഴും വേളം. എന്നെ പഠിക്കാൻ സമ്മതിക്കില്ല. ഉറങ്ങാൻ സമ്മതിക്കില്ല അമ്മ. മോളിരുന്ന് പഠിക്കായിരുന്നോ? ആ, നമ്മള് പഠിച്ചില്ലെങ്കിൽ ഇനി ഒരു രക്ഷയില്ല അച്ഛാ. അല്ല അതെന്തോ ഇന്ന് മാത്രം ഇങ്ങനെ പ്രത്യേകിച്ച്? അതെ, എന്റെ എക്സാം ഒക്കെ വരെയല്ലേ, അപ്പൊ ഞാൻ വിചാരിച്ചിരുന്ന് പഠിക്കാന്ന്. അപ്പൊ എനിക്ക് ഉറങ്ങണ്ടേ? ഡേ അവളിരുന്ന് പഠിക്കട്ടെ. പഠിക്കണല്ലേ. വല്ലപ്പോഴുമാണ് അവൾക്ക് ഒരു ഇങ്ങനെ ഒരു ബുദ്ധി തോന്നുന്നത്. ശരിയാ, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ താഴെ പോയിരുന്ന് പഠിക്കാം. അതാണ് നല്ലത്. ഒരുപാട് പഠിക്കാനുള്ളത് എന്നാ പിന്നെ മക്കൾ അങ്ങനെ ചെയ്യും, അതാണ് നല്ലത്. ആർക്കും ഡിസ്റ്റർബൻസ് ആവില്ല. നീ നിന്റെ കാര്യം നോക്കാം, അവളെ കാര്യം നോക്കാം. പോണേ. എല്ലാ ബുക്കും എടുത്തോ. ആർമ്മ മണി, നമ്മുടെ പിള്ളേരൊക്കെ നന്നായി തുടങ്ങിയല്ലോ. നോക്ക്. അല്ലെങ്കിലേ അവൾ എന്റെ മോളാ, എന്റെ സ്വഭാവമാണ്. അതെ അതെ, എത്ര നാൾ ഈ മാറ്റം ഉണ്ടാവും കണ്ടറിയാം. ഗുഡ് നൈറ്റ്. ഓ ഗുഡ് നൈറ്റ്. പിന്നെ മണി, അവളെ രാത്രി ഉറക്കമില്ലാതിരുന്ന് പഠിക്കാൻ പോവാം. നീ അവൾക്ക് കട്ടൻ ചായയും അതുപോലെ തന്നെ മിച്ചറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയായിട്ട് ഞാൻ നന്നായി കൊടുക്കാം. ഓക്കെ മോളെ, ഗുഡ് നൈറ്റ്. അച്ഛാ ലൈറ്റ് അണച്ചിട്ട് പോണേ. ഓ അല്ല, നിങ്ങൾക്കാർക്കും ഉറങ്ങിയൊന്നും വേണ്ടേ? മോളിരുന്ന് പഠിക്കുന്നു, ശല്യം ചെയ്യണ്ട. അല്ല, നീ എന്തോ ഇത് എഴുതി പിടിക്കും? അത് എഴുതി പഠിച്ചാൽ എനിക്ക് ഓർമ്മ നിൽക്കുള്ളൂ മാമ, അല്ലെങ്കിൽ ഞാൻ മറന്നു. പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിട്ടൊക്കെ. കറക്റ്റ്, അത് തന്നെ അളിയാ. എഴുതി പഠിച്ച എപ്പോഴും നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും. നിങ്ങളിങ്ങനെ ഉറക്കം കളഞ്ഞ് ഇവിടെ നിക്കണമെന്നൊന്നുമില്ല, എല്ലാരും പൊക്കോ. അതങ്ങനെ മോളിരുന്ന് ഇങ്ങനെ പഠിക്കുമ്പോ അച്ഛൻ കൂട്ടിരിക്കാം, അച്ഛൻ ഇരിക്കാം. അയ്യോ വേണ്ട, അച്ഛനത് ബുദ്ധിമുട്ടാവൂലേ? ബുദ്ധിമുട്ടാവും. എന്ത് ബുദ്ധിമുട്ട്? മക്കളെ വിശക്കാണെങ്കിൽ വിശ്വർ കഴിക്കുക. വെള്ളം അമ്മ അവിടെ കട്ടൻ ചായ ഇട്ട് വെച്ചിട്ടുണ്ട്, ഫ്ലാസ്കിലാക്കി വെച്ചിട്ടാ. താങ്ക്സ് അമ്മ, താങ്ക്സ്. അല്ല, എന്നാ ഒരു കാര്യം ചെയ്യേ, നിങ്ങളൊക്കെ പൊയ്ക്കോ. യവക്ക് കൂട്ടായിട്ട് ഞാനിവിടെ ഇരുന്നോളാം. അയ്യോ അവളോ ഉറക്കം എണീറ്റിങ്ങനെ ഇരുന്നാലുണ്ടല്ലോ, ആരോഗ്യത്തിന് പ്രശ്നമാണത്. ഓ എന്തോ കുഴപ്പം. നാം പൊക്കോ, എല്ലാരും പൊക്കോ പൊക്കോ. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോവാം. അവളിരുന്ന് പഠിക്കട്ടെ. അതെ, എന്നാ പിന്നെ അങ്ങനെ ആകട്ടെ. പിന്നെ ഒരു കാര്യം ചെയ്യ്, വല്ല ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി. വിളിക്കാം വിളിക്കാം. ഓ ഓക്കെ അളിയാ. ശരി, നോക്കാം മോളെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പഠിക്കാം. ഇരുന്ന് പഠിക്കട്ടെ നല്ലോണം. ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ നിനക്ക് പഠിക്കാൻ. അയ്യോ, പഠിക്കുന്നില്ലേ മോളെ? പഠിക്കും. എന്റെ പേന ഞാൻ തീരാറായി. അപ്പൊ എടുക്കാൻ പേന തീരാറായി. തീരാറായി. പേന എവിടെ? പേന ഒരു മഷി മഷി ആ മഷി 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 തീരാറായി. എഴുതി എഴുതി പിന്നെ ഒന്ന് എടുത്തോളാം. മാമന്ത് ഇവിടെ ഒന്നുമില്ല, ചുമ്മാ. ഇപ്പൊ പറഞ്ഞോലെ ആ പഠിക്കും. ആ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആ പേന തീരും. ടാറ്റാ. ടാറ്റ. മോളെ പിങ്കി, പിങ്കി പെട്ടെന്ന് വാ. എനിക്ക് നിന്നെ വിട്ടിട്ട് വേണം എനിക്ക് ഓഫീസിൽ പോവാൻ, എന്നെ സ്കൂളിൽ വിട്ടിട്ട്. കുടിച്ചിട്ട് പോവച്ചേ. എനിക്ക് വേണ്ട സമയം കുടിക്കാൻ അവിടെ വിശക്കും. ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കണല്ലേ, അല്ലെങ്കിൽ വിശക്കും. പരീക്ഷയല്ലേ. പിടികൂടി നേരത്തെ ചെയ്തൂടായിരുന്നോ? കുടി തുടക്കി എനിക്ക് വേണ്ടി വായകം തുടച്ചേ. പിന്നെ നല്ല മാർക്ക് വാങ്ങിക്കണം. ഞങ്ങൾക്ക് കൊച്ചിലെ പറഞ്ഞു തരാനൊന്നും ആരുമില്ലായിരുന്നു. ഞങ്ങൾ പഠിച്ച നല്ല മാർക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഫുൾ മാർക്ക് വാങ്ങിക്കണം.
ഓക്കെ പെട്ടെന്ന് നോക്ക്. എല്ലാ ആൻസറും അറ്റംപ്റ്റ് ചെയ്യണം. സമാധാനത്തിൽ പ്രാർത്ഥിച്ചിട്ട് വേണം പരീക്ഷ എഴുതാൻ. കേട്ടല്ലോ? റിലാക്സ് ചെയ്ത് എഴുതണം. വലിച്ചു വാരി എഴുതി കണ്ടു. ക്വസ്റ്റ്യൻ വരെയൊക്കെ വായിച്ചോളാം. നിനക്ക് സ്ഥിരമുള്ള പരിപാടിയാണ്. ക്വസ്റ്റ്യൻ വരെയൊക്കെ വായിക്കാതെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കണം. കേട്ടോ? കേറ് മക്കളെ. രവിയേട്ടാ പതുക്കെ പോയാ മതി, തിരക്കൊന്നുമില്ല. കേട്ടാ? കുഴപ്പമില്ല. ഓക്കെ ഇത് തന്നെ 24 മണിക്കൂർ എനിക്ക് ജോലി. എത്ര പറഞ്ഞാലും കേൾക്കത്ത രണ്ടെണ്ണം. വരട്ട് രണ്ടെണ്ണം കൂടി കൊടുക്കുന്നുണ്ട് നല്ല വൃത്തിയായിട്ടാണ്. അല്ല നീ എന്താടി ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്? നോക്ക് ചേട്ടാ, ഇവിടെ മൊത്തം ചെളിയും പൊടി എത്ര അടിച്ചു വാരിയാലും തുടച്ചാലും പിറ്റേ ദിവസം ഇത് തന്നെ അവസ്ഥ. ആ രണ്ടെണ്ണത്തിനോട് പുറത്തിരുന്ന ചെരിപ്പിട്ടുണ്ട് കൊണ്ട് കേറില്ലെന്ന് പറയണതാണ്. കേൾക്കൂല. ആ അതെ നിന്റെ കുറ്റ അങ്ങനെ ഞാൻ പറയൂ. അവളുമാരെ വിളിച്ചെല്ലാം വൃത്തിയാക്കിക്കണം. നീ ഒറ്റയ്ക്ക് എന്തിനാ ചെയ്യുന്നത്? പിള്ളേരല്ലേ, പഠിക്കണ പിള്ളേരല്ലേ എന്ന് കരുതി ഞാൻ ചെയ്തു കൊടുക്കണതല്ലേ. അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ തോന്നൂല എനിക്ക്. അത് ശരി. താട്ടെ ഫോണടിക്കുന്നു. ഹലോ. ആ ആ ടീച്ചറാണ്. ആ ഓക്കെ ഓക്കെ ഓക്കെ. എന്തോന്നാണ് കാര്യം? അങ്ങോട്ടോ? ആ ആ രണ്ടുപേരും വേണോ? ആ വേണ്ടേ വേണ്ടേ. ആ ശരി ശരി ശരി, വരാം വരാം. ആ ഓക്കെ. പിങ്കിയുടെ സ്കൂളിൽ നിന്നേ ടീച്ചറാ. പേരൻസ് ആരെങ്കിലും സമയം കിട്ടുമ്പോ ഒന്ന് അതുവരെ പോണേന്ന് പറഞ്ഞതാ. പിടി കിട്ടിയടി. കാര്യം എന്താന്ന് മനസ്സിലായോ? അവക്കായിരിക്കും സ്കൂളിലെ ഏറ്റവും ഹയസ്റ്റ് മാർക്ക്. അതിന് രക്ഷിതാക്കളെ അഭിനന്ദിക്കാൻ വേണ്ടി വിളിപ്പിച്ചായിരിക്കും. ആയിരിക്കും ആയിരിക്കും. ഇത്തവണ അവള് നന്നായിട്ട് അധ്വാനിച്ചിട്ടുണ്ട്. രാത്രി തന്നെ എത്ര മണിക്ക് അവൾ ഉറങ്ങിയെന്നറിയോ? അതെ, കുത്തിയിരുന്ന എഴുത്തോണ്ട് എഴുത്തായിരുന്നു. അതെ അതെ. എന്തായാലും ഞാൻ രവിയേട്ടനൊന്ന് വിളിച്ച് പറയട്ടെ. ആ ഹലോ. അതെ, പിങ്കിയുടെ സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു. സമയം കിട്ടുമ്പോൾ ഒന്ന് സ്കൂൾ വരെ പോയി ടീച്ചറിനെ ഒന്ന് മീറ്റ് ചെയ്യാൻ പറഞ്ഞു. രവിയേട്ടന് പറ്റൂലെങ്കിൽ ഞാനും മണിക്കൂട്ടൻ ചേട്ടനും കൂടെ പൊക്കോളാം. പറ്റുമോ? പൊക്കോളൂ. ആ ശരി ശരി. എന്നാ പോകുന്ന വഴിക്ക് അവളെ വിളിച്ചോണ്ടും വരാമല്ലോ. ആ ശരി ഓക്കെ. പൊക്കോളൂ. അയ്യോ ഇനി നമുക്ക് ബാക്കി അതെ അവക്ക് എന്റെ ബുദ്ധിയാ കിട്ടിയിരിക്കുന്നത്. രണ്ടു പിള്ളേർക്കും അത് തന്നെ. യോഗ മാത്രമല്ല, രണ്ടു പിള്ളേർ. ശരിയാണ്, നമ്മുടെ ഫാമിലിയുടെ അതേ ഗുണമാണ്. പിന്നെ അതേ ഗുണമാണോ? നേരെ ഇത്രയായിട്ട് അവരെ കാണുന്നില്ലല്ലോ. വരാറായി കാണും. അതെ മാമ, പിങ്കി ഉണ്ടല്ലോ ഈ ഇടയായിട്ട് ഒരു ആഗ്രഹം പറഞ്ഞു. എന്താ പറഞ്ഞു? അവക്ക് പഠിച്ചേ ഒരു പൈലറ്റ് ആവണം. കണ്ടോടി എന്റെ അനന്തരവള. അവൾ അതും ആകുവാൻ അപ്പുറം ആകും. നമുക്ക് ലക്ഷ്യബോധമൊക്കെ ഉള്ള ടൈപ്പാണെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അങ്ങനൊരു കഴിവുണ്ടാവും. അതെ വന്നല്ലോ. അളിയന്റെ മുഖം കണ്ടിട്ടേ എന്തോ ഒരു വിമ്മിഷ്ടം പോലെ അത് തോന്നുന്നു. ജനിച്ചപ്പോഴുള്ള മുഖമാണ്. എന്ത് പറ്റി രവിയേട്ടാ? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? മോളോട് ചോദിര്. എടീ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ട് എഴുതിയാ? എളുപ്പമായിരുന്നോ? ആണോ? എന്നിട്ടും അളിയന്റെ മുഖത്ത് എന്താ ഒരു കടന്നൽ കുത്തി എന്റെ കൂട്ട്? അതെ, ടീച്ചർ എന്തിനാ എന്നെ വിളിപ്പിച്ചെന്ന് അറിയാമോ? അത് അളിയൻ പറയാതെ എങ്ങനെ അറിയുന്നേ? മോള് സ്കൂളിൽ പുതിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. മിടുക്കി. ആഹാ, എന്ത് ബിസിനസ്? എടി പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാനായിട്ട് തുണ്ടുണ്ടാക്കുക, എന്നിട്ട് അത് ഓരോ കുട്ടികൾക്ക് 10 രൂപ വെച്ച് വിൽക്കുന്നു. അടിക്കണ്ട അടിക്കണ്ട, വേണ്ട വേണ്ട. ഇപ്പൊ കണ്ടല്ലോ രാത്രി അവിടുത്തെ എന്താണ് പണിന്ന്. പഠിത്തമല്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? എവിടുന്ന് പഠിക്കുന്ന ഇതൊക്കെ? അത് പിന്നെ അമ്മ എഴുതി പഠിച്ചാലേ എന്റെ മനസ്സിൽ പതിയോന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ എഴുതി പഠിച്ചു. അപ്പൊ ഞാൻ എഴുതി പഠിച്ചത് വേറെ ആർക്കെങ്കിലും പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് കീറിക്കൊണ്ടെന്ന് അവർക്ക് കൊടുത്തു. പിന്നെ ചുമ്മാ കൊടുത്തു കഴിഞ്ഞാൽ ഔദാര്യം ആവൂലേ എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു 10 രൂപയും കൂടെ മേടിക്കും. എന്തോന്ന് ചെയ്യണം ഞാൻ? പക്ഷേ മുണ്ടിപ്പോരുത് കേട്ടോ, അടിച്ച് തൊലി പൊട്ടിച്ചോളെ. ആ ടീച്ചർ എന്നെ വിളിച്ച് പറഞ്ഞപ്പോ തൊലി ഉരിഞ്ഞു പോയാളിയാ. നിങ്ങൾ പറയണ കേട്ടൊന്നും ഞാൻ കോപ്പി അടിച്ചെന്ന്. അല്ല നിന്നെ നീ കോപ്പി അടിച്ചില്ലേ? ഇത് എന്തൊരു കഷ്ടമാണ്. മാമനല്ലേ പറഞ്ഞത് അവനും അവന്റെ ബുദ്ധിക്ക് അനുസരിച്ച് പോക്കറ്റ് മണി ഉണ്ടാക്കണോന്ന്. അല്ല എന്ന് കരുതി തുണ്ട് വെച്ച് കാശുണ്ടാക്കാൻ ഞാൻ പറഞ്ഞതോ? ഞാൻ ഉദ്ദേശിച്ചത് അതല്ല മക്കളെ. ദൈവമേ, അവളുടെ കുബുദ്ധി നോക്കിയേ. ഈ കുബുദ്ധി എന്തെങ്കിലും നല്ല കാര്യത്തിന് ഉപയോഗപ്പെട്ടിരുന്നെങ്കിൽ നീ നന്നായി പോയനല്ലോ പിങ്കി. നാണോ ഇല്ലല്ലോ. വൃത്തിയുടെ സ്വഭാവം കാണിച്ചിട്ട് നാണം കെടുത്താനായിട്ട് മനുഷ്യനെ. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. അബദ്ധം
എന്നോട് ഒരു ക്ഷമിക്കണേ. സോറി, എനിക്ക് അബദ്ധം പറ്റിപ്പോയാണ്. ഇനിയിപ്പൊ കരയണ്ട. ഇനി വൃത്തിയോടെ കാണിച്ചു ഞാൻ ഏത് വാക്കിനിട്ട് അടിച്ചിരുന്ന് പറയാൻ പറ്റില്ല കേട്ടോ. എന്ത് ചെയ്യുന്ന എനിക്ക് അറിഞ്ഞു. ഇനിയിപ്പൊ കരയണ്ട. പോട്ട് പോട്ട് പോട്ട്, കുഴപ്പമില്ല. മോളെ അവിടെ കള്ളത്തിന് നോക്കിയേ, കണ്ണിറക്കി കാണിക്കുന്ന. പോട്ടെ. ചെയ്യോ ഇനി? ഇല്ല, ഞാൻ ചെയ്യൂല അച്ഛൻ. മോളെ അതുപോലെ തന്നെ ഈ വളഞ്ഞ വഴി കൂടെ കാശുണ്ടാക്കാൻ നോക്കല്ലേ. അങ്ങനെ അത് ഒരിക്കലും നിലനിൽക്കില്ല. അതെ. മാത്രമല്ല ഇപ്പൊ കിട്ടിയ വല്ല ചീത്തപ്പേരും കിട്ടും. കുടുംബത്തിന് മൊത്തം നാണക്കേടാ അത്. ഞാൻ ഇനി അങ്ങനെ ചെയ്യത്തില്ല, റിപ്പീറ്റ് ചെയ്യത്തില്ല ഞാൻ. ഓക്കെ, ഉറപ്പാണല്ലോ. ഉറപ്പാ. നീ പോട്ടെ, അവളെ ഇനി ഇവിടെ തന്നെ നിൽക്കാൻ. മോള് പോയി മക്കള് പോയി ഡ്രസ്സൊക്കെ മാറ്റി പഠിക്കാൻ നോക്ക്. നാളെ പരീക്ഷ ഉള്ളതല്ലേ. വേറെ കാര്യം, അപ്പൊ നാളത്തെ പരീക്ഷയ്ക്ക് എഴുതി പഠിക്കണ്ട, വായിച്ചു പഠിച്ചാൽ മതി കേട്ടാ. കേട്ടല്ലോ. അഥവാ ഇനി നിനക്ക് എഴുതി പഠിക്കണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ പഴയ സ്ലേറ്റ് അവിടെ ഇരിപ്പുണ്ട്, അതിൽ നീ എഴുതി പഠിച്ചാ മതി. തൊലമണ്ടോടിച്ച് പൊട്ടിക്കണ. എന്തോ? ഒന്നുമില്ല, ഞാൻ പഠിക്കാൻ പോകുന്നു. പോ പണി. അവർക്ക് വല്ലതും കഴിക്കാൻ കൊടുക്കും. ചെല്ല്. എന്ത് പറയാനാളിയാ പിള്ളേരുടെ കാര്യമേ. എങ്ങനെ അളിയന്റെ അല്ലയോ മോള്? ഓ അത് ശരി. ഓ അത് ശരി.